പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGSന്റെ മോഡൽ എക്സാം 9ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, എലിപ്പനി എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗത്തിന്റെ ശരിയായ പേര് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. എൻസെഫലൈറ്റിസ്, ഹൈഡ്രോഫോബിയ, ലെപ്റ്റോസ്പൈറോസിസ്, പയോറിയ. ഇതിൽ എലിപ്പനി എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗത്തിന്റെ ശരിയായ പേരാണ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ലെപ്റ്റോസ്പൈറോസിസ്. ലെപ്റ്റോസ്പൈറോസിസ് ആണ് എലിപ്പനി എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗത്തിന്റെ ശരിയായിട്ടുള്ള പേര്. ഞള്ളാനി എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഞള്ളാനി എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻസ് നോക്കാം. ഏലം, കുരുമുളക്, മഞ്ഞൾ, OERL. ഇതിൽ ഏതാണ് ഞള്ളാനി എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഏലം. ഞള്ളാനി എന്നത് ഏലം എന്നതിന്റെ സങ്കര ഇനമാണ്. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന കാഴ്ചാ വൈകല്യം ഏതാണ്? ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന കാഴ്ചാ വൈകല്യം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. വർണ്ണാന്ധത, ഗ്ലോക്കോമ, നിശാന്തത, തിമിരം. ഇതിലേതാണ് ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന കാഴ്ചാ വൈകല്യം? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഗ്ലോക്കോമ. അപ്പൊ ഗ്ലോക്കോമ എന്നത് ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന കാഴ്ചാ വൈകല്യത്തെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്ന രാസാഗ്നി ഏതാണ്? കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്ന രാസാഗ്നി ഏതാണ്? റെനിൻ, പെപ്സിൻ, ലിപ്പേസ്, അമിലേസ്. ഇതിലേതാണ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്ന രാസാഗ്നി? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, ലിപ്പേസ്. ലിപ്പേസ് ആണ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്ന രാസാഗ്നി. താഴെ തന്നിരിക്കുന്നതിൽ സമ്മിശ്ര ഗ്രന്ഥിക്ക് ഉദാഹരണം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ സമ്മിശ്ര ഗ്രന്ഥിക്ക് ഉദാഹരണം ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥി, ആഗ്നേയ ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി. ഇതിലേതാണ് സമ്മിശ്ര ഗ്രന്ഥിക്ക് ഉദാഹരണം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയ ഗ്രന്ഥിയാണ് സമ്മിശ്ര ഗ്രന്ഥിക്ക് ഉദാഹരണം. മനുഷ്യ ക്ലോണിങ്ങിന്റെ പിതാവ് ആരാണ്? മനുഷ്യ ക്ലോണിങ്ങിന്റെ പിതാവ്. ഓപ്ഷൻസ് നോക്കാം. ഇയാൽ വിൽമുട്ട്, കാസിമർ ഫങ്ക്, തിയോഡർ ബൊവാരി, റിച്ചാർഡ് സീഡ്. ഇതിൽ ആരാണ് മനുഷ്യ ക്ലോണിങ്ങിന്റെ പിതാവ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റിച്ചാർഡ് സീഡ് ആണ് മനുഷ്യ ക്ലോണിങ്ങിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്, റിച്ചാർഡ് സീഡ്. പാകമായ ഫലങ്ങളും ഇലകളും കൊഴിയാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ്? പാകമായ ഫലങ്ങളും ഇലകളും കൊഴിയാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. എഥിലിൻ, അബ്സെസിക് ആസിഡ്, സൈറ്റോകൈനിൻ, ഓക്സിജൻ. ഇതിലേതാണ് പാകമായ ഫലങ്ങളും ഇലകളും കൊഴിയാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അബ്സെസിക് ആസിഡ്. അപ്പോൾ അബ്സെസിക് ആസിഡ് എന്താണെന്ന് ചോദിച്ചാൽ പാകമായ ഫലങ്ങളും ഇലകളും കൊഴിയാൻ സഹായിക്കുന്ന ഒരു സസ്യ ഹോർമോൺ ആണ് അബ്സെസിക് ആസിഡ്. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകല ഏതാണ്? മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകല ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, സങ്കീർണ കല. ഇതിലേതാണ് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകല? ആൻസർ ഓപ്ഷൻ എ ആണ്, പാരൻ കൈമ. അപ്പോൾ പാരൻ കൈമ എന്നാൽ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകല ഏതാണെന്ന് ചോദിച്ചാൽ അത് പാരൻ കൈമയാണ്. ഓസിമം സാങ്ക്ടം ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? ഓസിമം സാങ്ക്ടം എന്നത് ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? ഓപ്ഷൻസ് നോക്കാം. ആര്യവേപ്പ്, തുളസി, ചന്ദനം, യൂക്കാലിപ്സ്. ഇതിൽ ഏതിന്റെ ശാസ്ത്രീയ നാമമാണ് ഓസിമം സാങ്ക്ടം എന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, തുളസിയുടെ ശാസ്ത്രീയ നാമമാണ് ഓസിമം സാങ്ക്ടം. ഓസിമം സാങ്ക്ടം എന്നത് തുളസിയുടെ ശാസ്ത്രീയ നാമമാണ്. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏത്? പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഗ്രീൻ പീസ്, ചിപ്കോ, അപ്പിക്കോ, യുനെസ്കോ. ഇതിലേതാണ് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന?
ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് ആണ് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? വീൽ ബാരോ, ഐസ് സ്റ്റോംസ്, ചൂണ്ട, ചവണ. ഇതിലേതാണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ ആണ്, വീൽ ബാരോ. വീൽ ബാരോ ആണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം അല്ലാത്തത്. എന്നാൽ അതിൽ ഉദാഹരണങ്ങളായി വരുന്നതാണ് ഐസ് സ്റ്റോംസ്, ചൂണ്ട, ചവണ. ഇത് മൂന്നും തന്നെ മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ആശുപത്രി മേഖലയിലെ അനുവദനീയമായ ശബ്ദപരിധി എത്രയാണ്? ആശുപത്രി മേഖലയിലെ അനുവദനീയമായ ശബ്ദപരിധി എത്രയാണ്? ഓപ്ഷൻസ് 50 ഡെസിബൽ, 60 ഡെസിബൽ, 55 ഡെസിബൽ, 40 ഡെസിബൽ. ഇതിലേതാണ് ആശുപത്രി മേഖലയിലെ അനുവദനീയമായ ശബ്ദപരിധി? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 40 ഡെസിബൽ ആണ്. അപ്പോൾ 40 ഡെസിബൽ ആണ് ഇവിടെ ആശുപത്രി മേഖലയിൽ അനുവദിച്ചിട്ടുള്ള ശബ്ദപരിധി എന്ന് പറയുന്നത് 40 ഡെസിബൽ ആണ്. ഇലക്ട്രിക് ഫാനിൽ നടക്കുന്ന ഊർജ പ്രവർത്തനം എന്താണ്? ഇലക്ട്രിക് ഫാനിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഓപ്ഷൻ ബി, വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ഓപ്ഷൻ സി, വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു. ഓപ്ഷൻ ഡി, വൈദ്യുതോർജം രാസോർജമായി മാറുന്നു. ഇതിലേതാണ് ഇലക്ട്രിക് ഫാനിൽ നടക്കുന്ന ഊർജ പരിവർത്തനം? ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നതാണ് ഇലക്ട്രിക് ഫാനിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? റോമർ, ഐസക് ന്യൂട്ടൺ, ക്രിസ്ത്യൻ ഹൈജൻസ്, ലിയോൺ ഫുക്കാൾട്ട്. ഇതിൽ ആരാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലിയോൺ ഫുക്കോൾട്ട്. ലിയോൺ ഫുക്കോൾട്ട് ആണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. 1 കിലോഗ്രാം പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപമാണ് ഡാഷ്. 1 കിലോഗ്രാം പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപമാണ് ഡാഷ്. ഓപ്ഷൻ എ താപധാരിത, ഓപ്ഷൻ ബി ദ്രവണാങ്കം, ഓപ്ഷൻ സി തിളനില, ഓപ്ഷൻ ഡി വിശിഷ്ട താപധാരിത. ഇതിലേതാണ് 1 കിലോഗ്രാം പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിശിഷ്ട താപധാരിത. വിശിഷ്ട താപധാരിതയാണ് ആൻസർ ആയിട്ട് വരുന്നത്. സിന്തറ്റിക് ഹാലജൻ എന്നറിയപ്പെടുന്നത് ഏതാണ് തന്നിട്ടുള്ളതിൽ? ഓപ്ഷൻസ് നോക്കാം. അയഡിൻ, അസ്റ്റാറ്റിൻ, ബ്രോമിൻ, ക്ലോറിൻ. ഇതിലേതാണ് സിന്തറ്റിക് ഹാലജൻ? സിന്തറ്റിക് ഹാലജൻ എന്നറിയപ്പെടുന്നതാണ് ഓപ്ഷൻ ബി ആണ്, അസ്റ്റാറ്റിൻ. അസ്റ്റാറ്റിൻ ആണ് സിന്തറ്റിക് ഹാലജൻ എന്ന് അറിയപ്പെടുന്നത്. ഗ്യാസ് വെൽഡിംഗ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഗ്യാസ് വെൽഡിംഗ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓപ്ഷൻസ് ഫ്രിയോൺ, അസറ്റിലിൻ, ആർഗൺ, അമോണിയ. ഇതിലേതാണ് ഗ്യാസ് വെൽഡിംഗ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വാതകം? ആൻസർ ഓപ്ഷൻ ബി ആണ്, അസറ്റിലിൻ ആണ്. അസറ്റിലിൻ ആണ് ഗ്യാസ് വെൽഡിംഗ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വാതകം. അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദിമിത്രി മെൻഡലീവ്, ഹെൻറി മോസ്ലി, റോബർട്ട് ബോയിൽ, ലോതർ മേയർ. ഇതിൽ ആരാണ് അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലി ആണ് അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിൽ, അതെങ്ങനെയാണ് ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ചത്. എന്നാൽ ദിമിത്രി മെൻഡലേഫ് എങ്ങനെയാണ് അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ ക്രമീകരിച്ചത്. അപ്പൊ അത് മാർക്കോവരുത്. ഹെൻറി മോസ്ലി എങ്ങനെയാണ് അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് ഏതാണ്?
ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? വാട്ടർ ഗ്ലാസ്, സോഡ ഗ്ലാസ്, സോഫ്റ്റ് ഗ്ലാസ്, പൊട്ടാഷ് ഗ്ലാസ്. ഇതിലേതാണ് ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പൊട്ടാഷ് ഗ്ലാസ്. പൊട്ടാഷ് ഗ്ലാസ് ആണ് ഹാർഡ് ഗ്ലാസ് എന്ന് അറിയപ്പെടുന്നത്. കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏതാണ്? കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏതാണ്? കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള രൂപം വജ്രം, ഫുള്ളറിൻ, ഗ്രാഫിൻ, ഗ്രാഫൈറ്റ്. ഇതിലേതാണ് കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള രൂപം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള രൂപം. 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം ആധാരമാക്കി ഇന്ത്യൻ പ്രാമാണിക സമയം നിശ്ചയിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം ആധാരമാക്കി ഇന്ത്യൻ പ്രാമാണിക സമയം നിശ്ചയിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. 1904, 1906, 1908, 1912. ഇതിലേതിലാണ് 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം ആധാരമാക്കി ഇന്ത്യൻ പ്രാമാണിക സമയം നിശ്ചയിക്കാൻ തുടങ്ങിയ വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ് 1906 ആണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാണ്? ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാണ്? 3214 കിലോമീറ്റർ, 2393 കിലോമീറ്റർ, 2933 കിലോമീറ്റർ, 3124 കിലോമീറ്റർ. ഇതിലേതാണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് 2933 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം. 2933 കിലോമീറ്റർ. ബറൂണി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബറൂണി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആസാം, ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര. ഇതിലെവിടെയാണ് ബറൂണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ബീഹാർ. ബീഹാറിലാണ് ബറൂണി എണ്ണ ശുദ്ധീകരണശാല ഉള്ളത്. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം ഏതാണ്? സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയൻ ഭാഗം ഏതാണ്? പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസം ഹിമാലയം. ഇതിലേതാണ് സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം? ആൻസർ ഓപ്ഷൻ ഡി ആണ് കുമയൂൺ ഹിമാലയം. അപ്പോൾ കുമയൂൺ ഹിമാലയം എന്നാൽ സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗമാണ്. ചൊഗോറി എന്നറിയപ്പെടുന്ന കൊടുമുടി ഏതാണ്? തന്നിട്ടുള്ളതിൽ ചൊഗോറി എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുമുടി ഏതാണ്? മൗണ്ട് കേറ്റു, കാഞ്ചൻജംഗ, എവറസ്റ്റ്, നന്ദാദേവി. ഇതിലേതാണ് ചൊഗോറി എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുമുടി? ആൻസർ ഓപ്ഷൻ എ ആണ് മൗണ്ട് കേറ്റു ആണ് ചൊഗോറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചൊഗോറി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? മൗണ്ട് കേറ്റു ആണ്. അനുച്ഛേദം 39A പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ്? അനുച്ഛേദം 39A പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ്? തുല്യനീതിയും സൗജന്യ നിയമസഹായവും. ഓപ്ഷൻ ബി സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. ഓപ്ഷൻ സി തൊഴിലാളികൾക്ക് മാന്യമായ വേതനം. ഓപ്ഷൻ ഡി കമ്പനികളുടെ ഉടമസ്ഥതയിൽ തൊഴിലാളികളുടെ പങ്ക്. ഇതിലേതാണ് അനുച്ഛേദം 39A പ്രതിപാദിക്കുന്ന വിഷയം? ആൻസർ ഓപ്ഷൻ എ ആണ് തുല്യനീതിയും സൗജന്യ നിയമസഹായവുമാണ് അനുച്ഛേദം 39A പറയുന്നത്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം? കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം ഏതാണ്? ഓപ്ഷൻസ് 1964, 1993, 1951, 2005. ഇതിലേതാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ രൂപം കൊണ്ടത്? ആൻസർ ഓപ്ഷൻ എ ആണ് 1964 കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ രൂപം കൊണ്ടത്. അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഓപ്ഷൻ 20, 18, 17, 15. ഇതിലേത് ഭാഗത്താണ് അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 18. ഭാഗം 18ലാണ് അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം. ഭാഗം 18.
ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ് ഓൾത്തിങ്? ഓൾത്തിങ് എന്നത് ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ്? അയർലാൻഡ്, ന്യൂസിലാൻഡ്, കംബോഡിയ, ഐസ്ലാൻഡ്. ഇതിലെ ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ് ഓൾത്തിങ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഐസ്ലാൻഡ്. ഐസ്ലാൻഡിന്റെ പാർലമെന്റ് ആണ് ഓൾത്തിങ്. അപ്പോൾ ഓൾത്തിങ് എന്നത് ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ്? ഐസ്ലാൻഡിന്റെ പാർലമെന്റ് ആണ് ഓൾത്തിങ് എന്ന് അറിയപ്പെടുന്നത്. ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് സുപ്രീം കോടതിയെ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പരാമർശിക്കുന്നത്? ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് സുപ്രീം കോടതിയെ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പരാമർശിക്കുന്നത്? ഓപ്ഷൻസ്: അനുച്ഛേദം 124, അനുച്ഛേദം 148, അനുച്ഛേദം 143, അനുച്ഛേദം 129. ഇതിലേതിലാണ് സുപ്രീം കോടതിയെ കോർട്ട് ഓഫ് റെക്കോർഡ്സ് എന്ന് പരാമർശിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം 129. അനുച്ഛേദം 129 സുപ്രീം കോടതിയെ കോർട്ട് ഓഫ് റെക്കോർഡ്സ് എന്ന് പരാമർശിച്ചിരിക്കുന്നത്. മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുന്നത് വഴി ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നതാണ് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം ഏതാണ്? മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുന്നത് വഴി ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നതാണ് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻസ്: അനുച്ഛേദം 6, അനുച്ഛേദം 7, അനുച്ഛേദം 9, അനുച്ഛേദം 8. ഇതിലേതാണ് മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുന്നത് വഴി ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് അനുച്ഛേദം 9. അനുച്ഛേദം 9 എന്ത് പറയുന്നത്? മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുന്നത് വഴി ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നു എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 9. 1975 അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാൻ നിയുക്തമായ കമ്മീഷൻ ഏതാണ്? 1975 അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാൻ നിയുക്തമായ കമ്മീഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷൻ, മണ്ഡൽ കമ്മീഷൻ, ജെ.സി. ഷാ കമ്മീഷൻ, മുഖർജി കമ്മീഷൻ. ഇതിലേതാണ് 1975 അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാൻ നിയുക്തമായ കമ്മീഷൻ? ആൻസർ ഓപ്ഷൻ സി ആണ് ജെ.സി. ഷാ കമ്മീഷൻ ആണ്. ജെ.സി. ഷാ കമ്മീഷൻ ആണ് 1975 അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാൻ വന്ന കമ്മീഷൻ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ഏതാണ്? പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ഏതാണ്? ജാനുവരി, ജൂൺ, ജൂലൈ, നവംബർ. ഇതിലേതിലാണ് പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ജൂലൈ ആണ്. ജൂലൈയിലാണ് പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നത്. ജൂലൈ. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? ഓപ്ഷൻസ്: 65 വയസ്സ്, 62 വയസ്സ്, 60 വയസ്സ്, 58 വയസ്സ്. ഇതിലേതാണ് ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം? ആൻസർ ഓപ്ഷൻ ബി ആണ് 62 വയസ്സാണ്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 62 വയസ്സാണ്. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി നിലവിൽ വന്ന തീയതി ഏതാണ്? ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി നിലവിൽ വന്ന തീയതി ഏതാണ്? ഓപ്ഷൻസ്: 2019 ഓഗസ്റ്റ് 5, 2019 ഓഗസ്റ്റ് 6, 2019 ഓഗസ്റ്റ് 9, 2019 ഒക്ടോബർ 31. ഇതിലേതിലാണ് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി നിലവിൽ വന്ന തീയതി? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2019 ഒക്ടോബർ 31. കേരളത്തിലെ രണ്ടാമത്തെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന വൈറ്റില ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന വൈറ്റില ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻസ്: പാലക്കാട്, വയനാട്, ഇടുക്കി, മലപ്പുറം. ഇതിലെവിടെയാണ് കേരളത്തിന്റെ രണ്ടാമത്തെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന വൈറ്റില ചോല സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മലപ്പുറം ജില്ലയിലാണ് വൈറ്റില ചോല സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ രണ്ടാമത്തെ നിത്യഹരിത വനം എന്നാണ് വൈറ്റില ചോല അറിയപ്പെടുന്നത്. അത് മലപ്പുറം ജില്ലയിലാണ്. ചിത്രശില്പങ്ങളുടെ വികസനം, സംരക്ഷണം, ഉദ്ധാരണം എന്നിവ ലക്ഷ്യമാക്കി
കേരള സർക്കാർ ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ചിത്രശില്പങ്ങളുടെ വികസനം, സംരക്ഷണം, ഉദ്ധാരണം എന്നിവ ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ഓപ്ഷൻസ്: കേരള സാഹിത്യ അക്കാദമി, കേരള ലളിതകലാ അക്കാദമി, കേരള കലാമണ്ഡലം, കേരള ചിത്രകലാ അക്കാദമി. ഇതിലേതിലാണ് ചിത്രശില്പങ്ങളുടെ വികസനം, സംരക്ഷണം, ഉദ്ധാരണം തുടങ്ങിയവ ലക്ഷ്യമാക്കിക്കൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച സ്ഥാപനം? ആൻസർ ഓപ്ഷൻ ബി ആണ്. കേരള ലളിതകലാ അക്കാദമിയാണ്. കേരള ലളിതകലാ അക്കാദമി. പെരുമൺ തീവണ്ടി അപകടം നടന്നത് എന്നാണ്? പെരുമൺ തീവണ്ടി അപകടം നടന്നത് എന്നാണ്? ഓപ്ഷൻസ്: 1986 ജൂലൈ 6, 1986 ജൂലൈ 8, 1988 ജൂലൈ 6, 1988 ജൂലൈ 8. ഇതിലേതിലാണ് പെരുമൺ തീവണ്ടി അപകടം ഉണ്ടായത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1988 ജൂലൈ 8-നാണ് പെരുമൺ തീവണ്ടി അപകടം നടന്നത്. 1988 ജൂലൈ 8. എല്ലാ ദിവസവും കഥകളി അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? എല്ലാ ദിവസവും കഥകളി അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻസ്: അനന്തപുരം ക്ഷേത്രം, ശ്രീ വല്ലഭ ക്ഷേത്രം, പവിത്രേശ്വരം ക്ഷേത്രം, കൂടൽ മാണിക്യം ക്ഷേത്രം. ഇതിലെവിടെയാണ് എല്ലാ ദിവസവും കഥകളി അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം? ആൻസർ ഓപ്ഷൻ ബി ആണ്. ശ്രീ വല്ലഭ ക്ഷേത്രം. ശ്രീ വല്ലഭ ക്ഷേത്രത്തിലാണ് എല്ലാ ദിവസവും കഥകളി അവതരിപ്പിക്കുന്നത്. പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്നത് ഏത് നദി തീരത്താണ്? പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? വളപട്ടണം പുഴ, പായങ്ങാടിപ്പുഴ, പെരുമ്പ നദി, അഞ്ചരക്കണ്ടിപ്പുഴ. ഇതിലെവിടെയാണ് പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പെരുമ്പ നദി. പെരുമ്പ നദിയുടെ തീരത്താണ് പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്നത്. പെരുമ്പ നദി. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രമായ കോടനാട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിലെ ആന പരിശീലന കേന്ദ്രമാണ് കോടനാട്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം, എറണാകുളം, പത്തനംതിട്ട, തൃശൂർ. ഇതിലെവിടെയാണ് കോടനാട് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. എറണാകുളം. എറണാകുളത്താണ് കോടനാട് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ആന പരിശീലന കേന്ദ്രമാണ് കോടനാട്. അത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം. പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ്? പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ്? 1978, 1950, 1983, 2001. ആൻസർ ഓപ്ഷൻ സി ആണ്. 1983-ലാണ് പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI, ബാങ്ക് ഓഫ് ബറോഡ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിലേതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക്? ആൻസർ ഓപ്ഷൻ എ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അധികാര പരിധിയുള്ള ഹൈക്കോടതി ഏതാണ്? കൊൽക്കത്ത, അലഹബാദ്, മുംബൈ, ഗുവാഹത്തി. ഇതിലേതാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളായി അധികാര പരിധിയിലുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഗുവാഹത്തി. ഗുവാഹത്തി ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അധികാര പരിധിയുള്ളത്. അംബാല ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അംബാല ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം: ഹിമാചൽ പ്രദേശ്, സിക്കിം, ഹരിയാന, രാജസ്ഥാൻ. ഹിമാചൽ പ്രദേശ്, സിക്കിം, ഹരിയാന, രാജസ്ഥാൻ. എവിടെയാണ് അംബാല ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഹരിയാന. ഹരിയാനയിലാണ് അംബാല ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസാക്കിയത് എന്നാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസാക്കിയത് എന്നാണ്? ഓപ്ഷൻസ്: 1947 ജൂലൈ 4,
1947 ജൂൺ 18, 1947 ഓഗസ്റ്റ് 15, 1947 ജൂൺ 17. ഇതിലേതിലാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസാക്കിയത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1947 ജൂൺ 18. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്. ഇന്ത്യയിൽ പെൺ ശിശുഹത്യ നിയമം മൂലം നിരോധിച്ചത് ആരാണ്? ഇന്ത്യയിൽ പെൺ ശിശുഹത്യ നിയമം നിരോധിച്ചത് ആരാണ്? എല്ലൻ ബറോവ്, ഓക്ലാൻഡ് പ്രഭു, ഹാർഡിഞ്ച് ഫസ്റ്റ്, വില്യം ബെന്റിക്. ഇതിൽ ആരാണ് ഇന്ത്യയിൽ പെൺ ശിശുഹത്യ നിയമം നിരോധിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാർഡിഞ്ച് ഒന്നാമനാണ് ഇന്ത്യയിൽ പെൺ ശിശുഹത്യ നിയമം നിരോധിച്ചത്. മൈ ടൈംസ് ആരുടെ ആത്മകഥയാണ്? മൈ ടൈംസ് എന്നത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻസ്: വി വി ഗിരി, ജഗജീവൻ റാം, ജെ ബി കൃപലാനി, ആർ എ കിദ്വായി. അപ്പൊ ഇതിൽ ആരാണ് മൈ ടൈംസ് എന്ന ആത്മകഥ രചിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജെ ബി കൃപലാനിയുടെ ആത്മകഥയാണ് മൈ ടൈംസ്. മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് എ വി കുഞ്ഞമ്പു രചിച്ച കൃതി ഏതാണ്? മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് എ വി കുഞ്ഞമ്പു രചിച്ച കൃതി ഏതാണ്? ഓപ്ഷൻസ്: കയ്യൂർ സമരചരിത്രം, കയ്യൂരും കരിവെള്ളൂരും, ചിരസ്മരണ, മീനമാസത്തിലെ സൂര്യൻ. ഇതിലേതാണ് മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് എ വി കുഞ്ഞമ്പു രചിച്ച കൃതി? ആൻസർ ഓപ്ഷൻ ബി ആണ്, കയ്യൂരും കരിവെള്ളൂരുമാണ് എ വി കുഞ്ഞമ്പു രചിച്ച കൃതി. അത് എന്തിന്റെ പശ്ചാത്തലമാണെന്ന് ചോദിച്ചാൽ മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെ കുറിച്ചാണ് കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതിയിൽ ഉള്ളത്. അത് രചിച്ചത് എ വി കുഞ്ഞമ്പു. താഴെ പറയുന്നതിൽ ഏത് നദിയുടെ അണക്കെട്ടാണ് ചുള്ളിയാർ? താഴെ പറയുന്നതിൽ ഏത് നദിയുടെ അണക്കെട്ടാണ് ചുള്ളിയാർ? ഓപ്ഷൻസ്: പെരിയാർ, കബനി, ഭാരതപ്പുഴ, കല്ലടയാർ. ഇതിൽ ഏത് നദിയുടെ അണക്കെട്ടാണ് ചുള്ളിയാർ? ആൻസർ ഓപ്ഷൻ സി ആണ്, ഭാരതപ്പുഴയുടെ അണക്കെട്ടാണ് ചുള്ളിയാർ. വാഗ്ഭടാനന്ദൻ തന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ തന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻസ്: വിവേകാനന്ദൻ, വീരേശലിംഗം, രാജാറാം മോഹൻ റോയ്, ജി സുബ്രഹ്മണ്യ അയ്യർ. ഇതിൽ ആരെയാണ് വാഗ്ഭടാനന്ദൻ തന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്തത്? ആൻസർ ഓപ്ഷൻ എ ആണ്, രാജാറാം മോഹൻ റോയ്. ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷണമുള്ള നവോത്ഥാന നായകൻ ആരാണ്? ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷണമുള്ള നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, തൈക്കാട് അയ്യ. ഇതിൽ ആരാണ് ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷണമുള്ള നവോത്ഥാന നായകൻ? ആൻസർ ഓപ്ഷൻ ബി ആണ്, അയ്യങ്കാളി. അയ്യങ്കാളിയുടെ വിശേഷണം എങ്ങനെയാണ്? ആളിക്കത്തിയ തീപ്പൊരി എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം ഏതാണ്? കേരളത്തിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻസ്: മഞ്ചേരി, മട്ടാഞ്ചേരി, തലശ്ശേരി, വടകര. ഇതിൽ എവിടെയാണ് കേരളത്തിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം? ആൻസർ ഓപ്ഷൻ സി ആണ്, തലശ്ശേരി. തലശ്ശേരിയാണ് കേരളത്തിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ഏതാണ്? കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ഏതാണ്? ഓപ്ഷൻസ്: ഐരൂർ പുഴ, കല്ലായി പുഴ, മഞ്ചേശ്വരം പുഴ, രാമപുരം പുഴ. ഇതിലേതാണ് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ കടലിൽ പതിക്കുന്നതിൽ ഏറ്റവും ചെറിയ നദി? ആൻസർ ഓപ്ഷൻ ഡി ആണ്, രാമപുരം പുഴ. രാമപുരം പുഴയാണ് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി. മൃണാളിനി സാരാഭായ് ഏത് രംഗത്താണ് പ്രശസ്തയായത്? മൃണാളിനി സാരാഭായ് ഏത് രംഗത്താണ് പ്രശസ്തയായത്? ഓപ്ഷൻസ്: കഥക്,
ഓപ്ഷൻ എ കഥക് ആണ്, അത് മിസ്റ്റേക്ക് വന്നതാണ്. ഓപ്ഷൻ എ കഥക്, ഓപ്ഷൻ ബി ഒഡീസി, ഓപ്ഷൻ സി ഭരതനാട്യം, ഓപ്ഷൻ ഡി മോഹിനിയാട്ടം. ഇതിൽ ഏതിലാണ് മൃണാളിനി സാരാഭായ് പ്രശസ്തിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ് ഭരതനാട്യം. ഓപ്ഷൻ സി ഭരതനാട്യത്തിൽ പ്രശസ്തയാണ് മൃണാളിനി സാരാഭായ്. പൈക കലാപം നടന്ന വർഷം ഏതാണ്? പൈക കലാപം നടന്ന വർഷം. ഓപ്ഷൻസ് 1617, 1717, 1817, 1917. ഇതിൽ ഏത് വർഷത്തിലാണ് പൈക കലാപം നടന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് 1817 പൈക കലാപം നടന്നത്. 1817. ലിപുലേക്ക് ചുരം ഏതെല്ലാം പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ലിപുലേക്ക് ചുരം ഏതെല്ലാം പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻസ് സിക്കിം മുതൽ ടിബറ്റ് വരെ, ശ്രീനഗർ ടു കാർഗിൽ വരെ, ഉത്തരാഖണ്ഡ് ടിബറ്റ്, ജമ്മു കാശ്മീർ ശ്രീനഗർ. ഇതിലേതാണ് ലിപുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണ് ലിപുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണ് ലിപുലേക്ക് ചുരം. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത ഏതാണ്? ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻസ് ദേശീയ ജലപാത 1, ദേശീയ ജലപാത 3, ദേശീയ ജലപാത 4, ദേശീയ ജലപാത 5. ഇതിലേതാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത? ആൻസർ ഓപ്ഷൻ ഡി ആണ് ദേശീയ ജലപാത 5 ആണ്. 5 ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന്. കല്ലിശ്ശേരി കഥകളി യോഗം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? കല്ലിശ്ശേരി കഥകളി യോഗം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻസ് ആഗമാനന്ദൻ, ആനന്ദ തീർത്ഥൻ, വാഗ്ഭടാനന്ദൻ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഇതിൽ ആരാണ് കല്ലിശ്ശേരി കഥകളി യോഗം സ്ഥാപിച്ച നവോത്ഥാന നായകൻ? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കല്ലിശ്ശേരി കഥകളി യോഗം സ്ഥാപിച്ച നവോത്ഥാന നായകൻ. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2024 മികച്ച നവാഗത സംവിധായകൻ ആരാണ്? 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2024 മികച്ച നവാഗത സംവിധായകൻ ആരാണ്? ഓപ്ഷൻസ് ബ്ലസി, ഫാസിൽ റസാഖ്, ആനന്ദ് എ കർഷി, അഖിൽ പി ധർമ്മജൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫാസിൽ റസാഖ് ആണ് 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നവാഗത സംവിധായകനായി തിരഞ്ഞെടുത്തത്. ഫാസിൽ റസാഖ്. 2024 ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? 2024 ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കാസർഗോഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ് കൊച്ചി. കൊച്ചിയാണ് 2024 ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ കറൻസി നോട്ട് പുറത്തിറക്കിയതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ഓഗസ്റ്റ് 12 ആചരിച്ചത്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ കറൻസി നോട്ട് പുറത്തിറക്കിയതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ഓഗസ്റ്റ് 12 ആചരിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ് 75. 75ാമത്തെ വാർഷികമാണ് 2024 ഓഗസ്റ്റ് 12 ആചരിച്ചത്. കേരളത്തിലെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് കുന്നത്തൂർ, വാഴക്കുളം, വാഴമുട്ടം, മാവേലിക്കര. ഇതിലെവിടെയാണ് കേരളത്തിലെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് വാഴമുട്ടം. വാഴമുട്ടത്താണ് കേരളത്തിലെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്നത്. 2024 ഓഗസ്റ്റിൽ ഏത് രാജ്യമാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം നടപ്പിലാക്കിയത്? 2024 ഓഗസ്റ്റിൽ ഏത് രാജ്യമാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം നടപ്പിലാക്കിയത്? അമേരിക്ക, ഇറ്റലി, ബ്രസീൽ, ഓസ്ട്രേലിയ. ഇതിൽ ഏത് രാജ്യമാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന ആക്ട് നടപ്പിലാക്കിയത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം 2024 ഓഗസ്റ്റിൽ നടപ്പിലാക്കിയത്.
ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യ വിഭവശേഷിയും ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യ വിഭവശേഷിയും ഗവേഷണവും വികസനമിട്ട് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് വിജ്ഞാൻ ധാര, ഉദയധാര, വിശ്വധാര ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ ആണ്, വിജ്ഞാൻ ധാരയാണ്. അപ്പോൾ വിജ്ഞാൻ ധാര എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യ വിഭവശേഷിയും ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ പദ്ധതിയാണ് വിജ്ഞാൻ ധാര. 2022 കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ ക്ഷേത്രകലാശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻസ് ശ്രീകുമാരൻ തമ്പി, യേശുദാസ്, KS ചിത്ര, സച്ചിദാനന്ദൻ. ഇതിൽ ആർക്കാണ് 2022 കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ ക്ഷേത്രകലാശ്രീ പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, KS ചിത്രയ്ക്കാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം ലഭിച്ചത്. ചന്ദ്രനിൽ നിന്നും ശേഖരിച്ച മണ്ണിൽ നിന്നും വെള്ളം ഉൽപ്പാദിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ചന്ദ്രനിൽ നിന്നും ശേഖരിച്ച മണ്ണിൽ നിന്നും വെള്ളം ഉൽപ്പാദിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻസ് റഷ്യ, ജപ്പാൻ, ഇന്ത്യ, ചൈന. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചൈനയാണ്. ചൈനയാണ് ചന്ദ്രനിൽ നിന്നും ശേഖരിച്ച മണ്ണിൽ നിന്നും വെള്ളം ഉൽപ്പാദിപ്പിച്ചെടുത്ത രാജ്യം ചൈന. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച സമഗ്ര ആരോഗ്യ പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് ശലഭം, മന്ദഹാസം, മാതൃയാനം, മിഠായി. ഇതിലേതാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച സമഗ്ര ആരോഗ്യ പദ്ധതി? ആൻസർ ഓപ്ഷൻ എ ആണ്, ശലഭം പദ്ധതിയാണ്. 2024 സെപ്റ്റംബറിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിതരായത് ആരാണ്? 2024 സെപ്റ്റംബറിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിതനായത് ആരാണ്? ഇടവേള ബാബു, ബാബുരാജ്, പ്രേംകുമാർ, മോഹൻലാൽ. ഇതിൽ ആരാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിതനായത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രേംകുമാർ ആണ് നിയമിതനായത്. ലൂയിസ് സുവാരസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലൂയിസ് സുവാരസ് ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ, വോളിബോൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫുട്ബോൾ ആണ്. ലൂയിസ് സുവാരസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, ഫുട്ബോൾ. 2024 സെപ്റ്റംബറിൽ സൗത്ത് ഏഷ്യയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? മിഷോങ്, മോഗ, യാഗി ഇവയൊന്നുമല്ല. ഇതിലേതാണ് 2024 സെപ്റ്റംബറിൽ സൗത്ത് ഏഷ്യയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്? ആൻസർ ഓപ്ഷൻ സി ആണ്, യാഗിയാണ്. യാഗിയാണ് ഇവിടെ സൗത്ത് ഏഷ്യയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്. പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്തെ ആദ്യ ജീവപര്യന്ത ശിക്ഷ വിധിച്ച കോടതി ഏതാണ്? പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്തെ ആദ്യ ജീവപര്യന്ത ശിക്ഷ വിധിച്ച കോടതി ഏതാണ്? കേരള ഹൈക്കോടതി, ബീഹാർ ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി, ബോംബെ ഹൈക്കോടതി. ഇതിലേതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബീഹാർ ഹൈക്കോടതി. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ്? 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് വിശ്വനാഥൻ ആനന്ദ്, ഡി ഗുകേഷ്, കൃഷ്ണൻ ശശി, കാർത്തിക് വെങ്കിട്ടരാമൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാർത്തിക് വെങ്കിട്ടരാമനാണ് 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ജേതാവ്. വിറ്റ്നസ് ആരുടെ ആത്മകഥയാണ്? വിറ്റ്നസ് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻസ് സാക്ഷി മാലിക്, PV സിന്ധു, സ്മൃതി മന്ദാന, ഹർമൻ പ്രീത് കൗർ. ഇതിൽ ആരുടെ ആത്മകഥയാണ് വിറ്റ്നസ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ് വിറ്റ്നസ്. 2024 കർണാടകയിൽ മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം ഏതാണ്? ഓപ്ഷൻസ് കോവിഡ്-19, ഡെങ്കിപ്പനി,
എലിപ്പനി, നിപ്പ ഇതിലേതാണ് 2024 കർണാടക മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ച രോഗം? ആൻസർ ഓപ്ഷൻ ബി ആണ് ഡെങ്കിപ്പനി. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? മുംബൈ, ഡൽഹി, അലഹബാദ്, പൂനെ ഇതിലെവിടെയാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പൂനെ. പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത്. 2024 ഓഗസ്റ്റിൽ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്തെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? 2024 ഓഗസ്റ്റിൽ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്തെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? അമിതാഭ് കാന്ത്, അരുൺ ജെയ്റ്റ്ലി, പി ഹരീഷ്, രാജീവ് മെഹർഷി. ആൻസർ ഓപ്ഷൻ സി ആണ് പി ഹരീഷ്. പി ഹരീഷ് ആണ് 2024 ഓഗസ്റ്റിൽ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്തെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത്. 2024 അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണ്? ബീജിംഗ്, ദുബായ്, ഖത്തർ, അസർബൈജാൻ ഇതിലെവിടെയാണ് 2024 അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ കോൺഫറൻസിന് വേദിയാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ദുബായ്. ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? കെ സച്ചിദാനന്ദൻ, ടി പത്മനാഭൻ, പ്രഭാവർമ്മ, സുനിൽ പി ഇളയിടം ഇതിൽ ആരുടെ പുസ്തകമാണ് ഓർമ്മകളും മനുഷ്യരും? ആൻസർ ഓപ്ഷൻ ഡി ആണ് സുനിൽ പി ഇളയിടം. സുനിൽ പി ഇളയിടത്തിന്റെ പുസ്തകമാണ് ഓർമ്മകളും മനുഷ്യരും. 80 GK ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. 20 ചോദ്യം മാത്സ് ആണ്. പാഠപുസ്തകം ടെലഗ്രാം ചാനലിൽ ഈ 100 ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മാർക്ക് ചെയ്ത PDF അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.